ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡിസ്കൗണ്ട് സെയിലിൽ നമ്മൾ കാണാൻ പോണത് വിചിത്ര സിൽക്ക് സാരിയും അതുപോലെ തന്നെ കോട്ടൺ സിൽക്ക് സാരീസുമാണ്. എല്ലാം വളരെ ബഡ്ജറ്റിലുള്ള സാരീസാണ്. എല്ലാം ഇന്ന് കാണിക്കുന്ന 4 സാരിയും വിത്ത് ബ്ലൗസ് പീസാണ്. കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ബ്ലൗസ് പീസാണ്. അപ്പോൾ ആ ബ്ലൗസിൻ്റെ സ്ലീവിലും കുഞ്ഞൊരു എംബ്രോയ്ഡറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഒക്കേഷൻസ് ഒക്കെ എല്ലാവർക്കും വരും. കല്യാണം അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് എന്തെങ്കിലും ഒരു കുഞ്ഞു ഫങ്ഷൻസ് എല്ലാവർക്കും ഉണ്ടാകും. ഹൗസ് വാമിങ് അങ്ങനെയുള്ള ഫങ്ഷൻസിന് അതിനൊക്കെ നമുക്കൊരു കുഞ്ഞു പാർട്ടിക്ക് കൊടുക്കാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന സാരീസാണ്. വിചിത്ര സിൽക്ക് ആയാലും കോട്ടൺ സിൽക്ക് ആയാലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്. എന്നുവെച്ചാൽ അധികം സ്റ്റിഫല്ല, തളർന്ന് കിടക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉടുക്കാം. അപ്പോൾ എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക. അപ്പോൾ എവിടേക്കാണ് പാറ്റേൺസ് വരുന്ന, ഡിസൈൻസ് എത്ര ഡിസൈൻസ് ഉണ്ട്, എന്താണ് റേറ്റ്, വിത്ത് ബ്ലൗസ് പീസിൻ്റെ കളർ എല്ലാം വിശദമായ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഫുൾ ലെങ്ത് ഇരുന്ന് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയൂ, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. ആദ്യത്തെ സാരി തന്നെ റോയൽ ബ്ലൂ കളർ ആയിട്ടുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ്. അതിൻ്റെ അകത്ത് മുന്താണിയിൽ ഇതുപോലെയാണ് വർക്ക് വരുന്നത്. റാണി പിങ്ക് കളർ ഷെയ്ഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് റാണി പിങ്ക് ആൻഡ് ലൈറ്റ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ സ്പൈഡർ സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലീവ്സ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഡിസൈനിങ് മുന്താണിയിൽ ഒരു സൈഡിലേ ഉള്ളൂ. ആ ഡിസൈനിങ് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷൻ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും ഉള്ളത്. ഇതാണ് എക്സാക്ട് കളറ്. സാരിയുടെ കളറും വർക്കിൻ്റെ കളറും ഇപ്പം നിങ്ങൾ കാണുന്ന കളറാണ് എക്സാക്ട് കളറായിട്ട് വരുന്നത്. അത് റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ 3 ഡിസൈൻസ് ഇതുപോലത്തെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇത്രയും വർക്കാണ് ഈ സാരിയിൽ വരുന്നത്. പിന്നെ ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസായിട്ടാണ് വരുന്നത്. വർക്കിൻ്റെ ഷെയ്ഡിലുള്ള ബ്ലൗസ് പീസിൻ്റെ അകത്ത് സാരിയുടെ കളറുള്ള ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു കളർ കോമ്പിനേഷൻ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്കൊരു മിനി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഉടുക്കാവുന്നതാണ്. അധികം ഒട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരിയല്ല, മിനി പാർട്ടിക്ക് ഉടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബോട്ടത്തിലോട്ടൊന്നും വർക്കില്ല. ഫ്രണ്ടിൽ കാണുന്ന 3 ഡിസൈൻ അത് നല്ല കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനായിട്ട് എടുത്ത് നിന്നോളും. മുന്താണിയുടെ ഒരു സൈഡിലും റണ്ണിങ് പോർഷനിലുമാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതാണ് ബ്ലൗസ് പീസ്. ഇതിൻ്റെ സ്ലീവിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനാണ്. ബ്ലൗസിൻ്റെ കളറ് സാരിയിൽ വർക്കിൻ്റെ കളറും സെയിം ആയിട്ടാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൽ സാരിയുടെ കളറിലുള്ള വർക്കുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈനാണ് സ്ലീവിൻ്റെ പടിയിലായിട്ട് വരുന്നത്, താഴെയായിട്ട് കൈയിൻ്റെ അവിടെയായിട്ട് വരുന്നത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1269 ആണ് ഇതിൻ്റെ റേറ്റ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാരി. ഇതും സെയിം ഡിസൈനും സെയിം സ്റ്റിച്ചും എല്ലാമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സാരിയുടെയും ത്രെഡിൻ്റെയും കളറ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് റാണി പിങ്ക് കളർ സാരിയുടെ അകത്ത് റോയൽ ബ്ലൂ കളർ ത്രെഡ് അല്ലെങ്കിൽ നേവി ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സ്പൈഡർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റാണ്. റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷൻ കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ 3 ഡിസൈൻ ഇതുപോലത്തെ വരുന്നുണ്ട്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൂ കളർ ബ്ലൗസിൻ്റെ അകത്ത് റാണി പിങ്ക് കളർ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞു പാറ്റേൺ ആണ് സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1269 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ്. അടുത്തത് ഒരു വിചിത്ര സിൽക്ക് സാരിയാണ്. അതൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആയിട്ടുള്ള സാരിയാണ്. അതിൻ്റെ അകത്ത് മെറൂൺ ആൻഡ് ഒലീവ് ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ചാണ് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈനാണ് നമ്മുടെ മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് അടുത്ത ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പാറ്റേൺ ഇതുപോലത്തെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ എത്തിയപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ അടുപ്പിച്ച് ഓരോ പർട്ടിക്കുലർ ഗ്യാപ്പിൽ ഓരോരോ ഡിസൈൻസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 6 ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഈ 6 ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഡിസൈൻ നമ്മൾ
തയ്ച്ചിട്ടുണ്ട്. പിന്നെ ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. ഇതിൻ്റെ അകത്ത് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസാണ് കൊടുത്തേക്കുന്നത്. ഇത് മെറൂൺ കളർ ത്രെഡും കൊണ്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. അപ്പം മെറൂൺ കളർ ബ്ലൗസ് പീസിൽ ഈ ഒരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമ്മൾ വിത്ത് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലൗസ് പീസ് ഇതുവരെയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഈ എക്സാക്ട് ബ്ലൂ കളർ തന്നെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇത് വീഡിയോയിൽ ഒത്തിരി വേരിയേഷൻസ് കാണുന്നുണ്ട്. കളറിന് ബ്ലൂ കളർ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഇത് വിചിത്ര സിൽക്ക് ആയതുകൊണ്ട് തന്നെ ഉടുക്കാനും എളുപ്പമാണ്, മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. മെഷീൻ വാഷബിൾ മെറ്റീരിയലാണ്, ഡാമേജ് ഒന്നും വരത്തില്ല. അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1349 ആണ്, 1349 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതൊരു ടീൽ ഗ്രീൻ സാരിയാണ്, വിചിത്ര സിൽക്ക് സാരിയാണ്. അതിൻ്റെ അകത്ത് വൈൻ കളർ ത്രെഡും കൊണ്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ബഡ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, നടുക്ക് കൊടുത്തിരിക്കുന്നത്, അത് മുട്ടുപോലെ ഇരിക്കുന്നതിലും നമ്മൾ പീൽ ലെമൺ യെല്ലോയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീൻ ലീഫുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതും സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരറ്റത്തുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിലും ഈ എക്സാക്ട് ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. 3 ഡിസൈൻസ് ഉണ്ട് ഇതുപോലത്തെ. അതുപോലെ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഈ സാരിയിൽ. അത്യാവശ്യം ലെങ്ത് ഉള്ള ഇതാണ്. അപ്പോൾ ഫുൾ ബോർഡറും എന്നുവെച്ചാൽ ചെസ്റ്റ് പോർഷൻ ഷോൾഡർ പ്ലീറ്റിൽ നിറച്ചും ഡിസൈനായിട്ട് തന്നെ ഇരിക്കും. അത്യാവശ്യം ലെങ്ത് ഉള്ള ഡിസൈൻ 3 എണ്ണമാണ്. 4 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസാണ് ഉള്ളത്. സെയിം വൈൻ കളർ ത്രെഡ് കളറുള്ള ബ്ലൗസ് പീസാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ കളർ ടീൽ ഗ്രീൻ കളറായിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞ് ഫ്ലവറും ലീഫും ബഡും ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്ലൗസിൻ്റെ സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ കാലിൻ്റെ അവിടെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇങ്ങനെയാണ് കാലിൻ്റെ അവിടെ വരുന്നത്. സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് ഇതുവരെ. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1425 ആണ്, 1425 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇന്നത്തെ 4 സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറിൽ റീക്രിയേഷൻസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതായാലും നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, bye bye.